വണ്ടി വരാറായിട്ട് തിക്ക് തിരക്കാണ്. എത്ര നേരത്തെ റെഡി ആവാൻ നോക്കിയാൽ ആ പോണ നേരത്തെ തിക്ക് തിരക്കാം. ഇതൊക്കെ അതിന്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഹായ് പറ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മിഥിലാജ് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ മിഥിലാജിൻ്റെ സ്കൂളിലെ. അപ്പോൾ ആ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്താ രാവിലെ ഞാൻ എണീപ്പിക്കാൻ കേട്ടോ. സ്കൂൾ തുറക്കല്ലേ, എനിക്കുണ്ടേ പൊന്നിന് പോണ്ടേ വൈകൂട്ടാ. അങ്ങനെ അവനതാ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് എണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ രാവിലെ മദ്രസ ഉണ്ട്, അത് കഴിഞ്ഞ് വന്നിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ 6 മണിക്കാണ് കേട്ടോ മദ്രസ. അപ്പോൾ അതിന് പോകാൻ വേണ്ടി അവനത് റെഡി ആക്കാണ്. ബ്രഷ് പോവാൻ നോക്കാം. ഓക്കെ, മെല്ലെ മെല്ലെ പുതിയ ബ്രഷ്. അപ്പോൾ രാവിലെ തന്നെ സോപ്പിടാൻ വേണ്ടി ഞാൻ അവൻ്റെ പുതിയ ബ്രഷൊക്കെ എടുത്ത് കൊടുക്കാൻ കേട്ടോ. കഴിഞ്ഞ ദിവസം മേടിച്ച് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തു. അപ്പോൾ അതിലെന്താ സ്റ്റിക്കർ എന്തൊക്കെയുണ്ട്, അപ്പോൾ അതൊക്കെ പൊളിച്ചൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഇതാ ബ്രഷൊക്കെ പൊളിച്ച് വെച്ച സ്റ്റിക്കറൊക്കെ കാണിച്ചു. ഇനി ഇതാ ബ്രഷ് ചെയ്യൽ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നല്ല കുട്ടിയെ ഉഷാറായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്കൂളുള്ള കാരണമാണ് കേട്ടോ മദ്രസ ഇത്ര നേരത്തെ വെച്ചത്. അല്ലാത്ത ടൈമാണെങ്കിൽ മദ്രസ കുറച്ചും കൂടി വൈകിട്ടാണല്ലോ. അപ്പോൾ കുറച്ചും കൂടി നേരം അവന് ഉറങ്ങാൻ കിട്ടിയിരുന്നത്. ഇപ്പോൾ നേരത്തെ എണീക്കണ്ടേ. പിന്നെ ആദ്യമായിട്ട് സ്കൂളിൽ പോണതിൻ്റെ ആ ഒരു ഇതുകൊണ്ടല്ലോ എത്ര ദിവസം വെക്കേഷനൊക്കെ എടുത്തിരിക്കണേ. അസ്സലാമു അലൈക്കും. അങ്ങനെ മദ്രസയിലേക്ക് പോകട്ടെ ഗൈസ്. 6:30 മദ്രസ. വാശി വിളിക്കാൻ വരിക ഇവിടൊക്കെ വിടും ട്ടാ. അസ്സലാമലൈക്കും. അപ്പം ഗൈസ് ഇതിലാജ് മദ്രസ വിട്ട് വന്ന് ഇതാ ചുത്തുമണിയായിട്ട് ഇനി യൂണിഫോം ഇടണ്ടേ. ഇതാണ് ഇപ്രാവശ്യത്തെ യൂണിഫോം. പാൻറ്റാണ് ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിലാജിന് പാൻറ് ഇട്ട് കാണാൻ. ഇതെല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രസ്സാറല്ലേ മാർക്കോ. ഞാൻ മാറി റെഡി ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. കളർ ഡ്രസ് ഇട്ട് പോകാൻ ഇഷ്ടം. മദ്രസ പോയിട്ട് എന്തായി? 6 മണിക്ക് മദ്രസ. ആണോ? നമ്മൾ 6:30 പോയി. ചോദിച്ചാ എന്ന് വർക്കണോ പിള്ളേരെ വിളിച്ചിട്ടില്ല, അടുത്ത് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പാൻറ് പോ. വണ്ടിയിൽ വെക്കോ, എന്നാലേ നിനക്ക് സീറ്റ് കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഗൈസ് ഇതിലാജ് റെഡി ആയിരിക്കും. മാഷാഅല്ലാ. പാൻറ് ഇടുന്ന എങ്ങനെയുണ്ട്? ഇഷ്ടമായി നിനക്ക്? ഓ വലിയ കുട്ടിയായപ്പോ പാൻറ് കിട്ടിയില്ലേ. സ്നാക്സ് എടുത്ത് വെക്കണ്ടേ? ഇതാ സ്നാക്സ് ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇവിടെ സീനെ ഇതാ നോക്കി നോക്കിയേ. ഇത് മതി നോക്കിക്കേ. ഇന്ന് ഉച്ച വരെ ഉള്ളു കേട്ടോ ഇതിലാജിന്. അപ്പൊ സ്നാക്സ് മാത്രമേ കൊണ്ടുപോകണുള്ളൂ. ഇതിന്റെ റാപ്പറൊന്നും അവിടെ ഉണ്ട് കേട്ടാ. അതിന് കഴിക്കണ്ടേ? വേഗം വേഗം സോക്സ് ഇട്ടോ, സമയമില്ല. ഇന്നും മിഥിലാജിനെ നമ്മള് വണ്ടിയിലാണ് വിടണത്. കൊണ്ടാക്കാന്ന് ആദ്യം വിചാരിച്ചത്, പക്ഷെ കൊണ്ടാക്കി കഴിഞ്ഞാൽ അവന്റെ വണ്ടിയിലുള്ള സീറ്റ് അറേഞ്ച്മെന്റും എല്ലാം ഒന്ന് സെറ്റ് ആക്കണ്ടേ. അവന്റെ സ്ഥലമൊക്കെ വേറെ പിള്ളേർ പിടിച്ചാലോ അല്ലേ മിഥിലാജ്? അപ്പൊ ഇവനെ വണ്ടിയിൽ വിടുക. പിന്നെ അതിന്റെ കൂടെ ഞങ്ങൾക്ക് റെഡി ആവണല്ലോ, അതാണ് തിരക്ക്. വേഗം കഴിക്കിട്ടാ. അപ്പൊ വേഗം കഴിക്കാം. അപ്പത്തിനും ബാക്കി റെഡി ആയിട്ട് വരാട്ടാ. ചക്കര മണി വലിയ പൊന്നായി പൊന്ന്. എന്നെ എന്തിനൊക്കെ കൊടുത്തു പിടിക്കുന്നത്? നല്ല മോനായി
നന്നായി പഠിച്ചു. ചക്കര മണി വേണം കേട്ടാ. എത്തി എത്തി ആ വെച്ചു. ഇരിക്കും പറഞ്ഞ ഇരുന്നിട്ടിട്. വണ്ടി വരാറായിട്ട് തിക്ക് തിരക്കാണ്. എത്ര നേരത്തെ റെഡി ആവാൻ നോക്കിയാൽ ആ പോണ നേരത്തെ തിക്കുന്ന വെള്ളം കുടിച്ചാ ബാഗ്. ഓ പുത്തൻ ബാഗ്, പുതു യൂണിഫോം. അപ്പൊ ഗൈസ് ഇതിലായി നമ്മള് വണ്ടി കയറ്റാൻ പോവാണ്ടാ. അപ്പൊ നല്ല കൂട്ടിയിരുന്നോളൂട്ടാ. മെമ്പർ എന്തൊക്കെ കേട്ട് നല്ല മോനായി പഠിച്ചോളാം. ഓക്കെ, നല്ല കൂട്ടിയിരുന്നോളോ, ശ്രദ്ധിക്കണം കേട്ടാ. ഫസ്റ്റ് ഡേ എന്നെ പറഞ്ഞിട്ട് തല്ലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മള് ദാമിദ്രാജിനെ വണ്ടി കയറ്റാൻ വേണ്ടിട്ട് എവിടെ സമയത്ത് എന്റെ സമയം പോവാ. വണ്ടി വരുവടാ. എന്തപ്പത് വരാണ്ടിരിക്കോ? യോ യോ ഇതൊക്കെ അതിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഹായ് പറ. അപ്പോൾ ഗൈസ് നമ്മളിതാ മിഥിലാജിനെ വണ്ടിയിൽ കയറ്റി വിട്ടിട്ടുണ്ട്. ഇനിതാ പിന്നാലെ നമ്മൾ പോവാണ്. അപ്പോൾ അവിടെ തുണ്ടുതാരം എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി കയറാനുള്ള സമയവും. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ക്ലാസ്സിൽ വിളിക്കൊന്നും ചിലപ്പോൾ കയറ്റി വിടില്ല. കാരണം വലിയ ക്ലാസ്സിലെത്തിയല്ലോ. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ പോയി കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലൊക്കെ ഇരുത്തി നിന്നിട്ടാണ് പോകുന്നത്. പ്രാവശ്യം നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളിതാ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു, സ്കൂൾ വണ്ടികളുടെയും പിള്ളേരുടെയും ഒക്കെ. പിന്നെ നമ്മളിതാ ഉള്ളിലേക്ക് കയറി. ഇതിലതിനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൻ പിള്ളേരൊക്കെ കണ്ടപ്പോൾ അത് മറന്നു തോന്നുന്നു. ആൾ നേരെ ക്ലാസ്സിലേക്ക് കയറിപ്പോയി. അപ്പോൾ അവൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ മാമിനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു. പക്ഷേ അവൻ കയറിപ്പോയത് കണ്ടില്ല എന്ന് മാം പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മളിതാ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. അങ്ങനെ ഇതിലായത് സ്കൂൾ വിട്ട് വരികയാണ്. അപ്പോൾ അവൻ സ്കൂൾ വിട്ട് വരുമ്പോൾ അവൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. അവൻ എപ്പോഴായാലും സ്കൂൾ വിട്ട് വന്ന് കുറേ പറയാനുണ്ട് അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അടിപൊളിയായി എന്ന് പോയിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയാ? താമസിച്ച് പിടിക്കാം. നല്ല വെയിറ്റ് ഉണ്ട്. ആണോ? അവൻ്റെ ഫ്രണ്ട്സൊക്കെ വേറെ ക്ലാസ്സിലേക്ക് മാറി. അപ്പോൾ അതുകൊണ്ട് അതിന് പോകാൻ വലിയ എയിമില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ എണ്ണിപ്പറക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പിന്നെ ചോദിക്കായിരുന്നു അവനോട് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ പോയിട്ടെന്നൊക്കെ. അപ്പോൾ അവൻ അങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ക്ലാസ് മാറിയതിൻ്റെ ആ ഒരു മൂഡ് ഓഫ് ഉണ്ട് കേട്ടോ ആൾക്ക്. ഇനിയിപ്പോൾ അപ്പോൾ പതിയെ സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിലാദ്യം സ്കൂളിൽ പോയതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ ടാറ്റാ ബൈ.